അങ്ങനെ ബൈക്കുകാരൊക്കെ കയറിപ്പോട്ടെ, ബൈക്കുകാരൊക്കെ കയറിപ്പോട്ടെ, കുഴപ്പമില്ല. ബൈക്കുകാർക്കൊക്കെ കയറിപ്പോകാനുള്ള ഒരു അവസരമുണ്ട്, കുഴപ്പമില്ല. പിന്നെ അടുത്ത വലിയ കുഴപ്പമില്ല. പിന്നെ മാക്സിമം നോക്കിയാൽ മതി, ബൈക്കുകാർ നോക്കണം, സ്പീഡിലൊക്കെ പോകാൻ നോക്കുക. KSRTC ഒക്കെ ഒന്ന് ഭയന്ന് പോവുക, അതൊക്കെ ഉള്ളൂ. KSRTC വലിയ വലിയ ഹെവി വണ്ടികളൊക്കെ നോക്കുക. അതിലൊക്കെ ചെറിയ ചെറിയ വണ്ടികളൊക്കെ പോയി തട്ടിയാലും വലിയ പ്രശ്നമില്ല, ഡാമേജുകൾ സംഭവിക്കാമെന്നല്ലാതെ വേറൊന്നും സംഭവിക്കുന്നില്ലെങ്കിലും വേറൊന്നും സംഭവിക്കുന്നില്ല. ചെറിയ ചെറിയ ഡാമേജുകൾ ശരീരത്തിന് സംഭവിക്കും. വണ്ടികളാണെങ്കിൽ നമുക്ക് നന്നാക്കി എടുക്കാം. അതുപോലെയല്ല ശരീരത്തിൻ്റെ പാർട്സുകൾ എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ അതും കൂടെ ശ്രദ്ധിക്കണം. പിന്നെ അടുത്ത കേസ് എന്ന് പറയുന്നത് നമ്മുടെ കാൽനട യാത്രക്കാർ അവർക്കാണെങ്കിൽ കുഴപ്പമില്ല. അവരെന്താ അവർ ഈ സീബ്ര ലൈൻ ക്രോസ് ചെയ്യുന്ന സമയത്ത് ക്രോസ് ചെയ്യുമല്ലോ, ആ സമയത്തുള്ള ഒരു കേസേ ഉള്ളൂ. അവർക്ക് എന്താണ് പറയുന്നത്, അപ്പോൾ അലക്ഷ്യമായി ക്രോസ് ചെയ്യാതിരിക്കുക. എന്ന് വെച്ചാൽ വണ്ടി വരുമ്പോൾ വണ്ടി സ്പീഡിൽ ഒരു വണ്ടി അടുത്ത് വരുന്നുണ്ടെങ്കിൽ അടുത്ത് വന്നിട്ട് ഇച്ചിരി നമ്മുടെ കുറച്ച് ദൂരത്ത് വരുന്ന ഒരു വണ്ടി ഇച്ചിരി സ്പീഡിലാണെങ്കിൽ നമ്മൾ അന്നേരം ക്രോസ് ചെയ്യാതിരിക്കും. ആ വണ്ടി ചിലപ്പം ആ സീബ്ര ലൈന് കഴിഞ്ഞേ പോയി നിൽക്കാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ അവർ ചവിട്ടിയാൽ അവിടെ പോയി നിൽക്കാൻ ചാൻസ്. അപ്പോൾ ഒരു കഴിഞ്ഞേ ചിലപ്പോൾ അവിടെ പോയി നിൽക്കത്തുള്ളൂ. അപ്പോൾ അത് ഇച്ചിരി ദൂരന്നൊരു വണ്ടി വരുമ്പം നമ്മൾ കൈ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കാണിച്ച് പോവുക. കൈ ക്രോസ് ചെയ്ത് പൊക്കിയൊന്ന് കാണിച്ച് പോവുക. കൈ പൊക്കിയൊന്ന് കാണിച്ച് ഒന്ന് സ്റ്റോപ്പെന്നും പറഞ്ഞ് നമ്മളൊന്ന് കാണിച്ച് പോവുക, അത്രയേ ഉള്ളൂ. അല്ലാതെ ചുമ്മാ അങ്ങ് നടന്നു പോകരുത്. ചുമ്മാ നടന്നു പോയി കഴിഞ്ഞാൽ അത് ഒരു ഇതല്ല. നമ്മൾ കൈ പൊക്കിയാൽ നമ്മളൊന്ന് കൈ പൊക്കുമ്പോൾ ഉണ്ടല്ലോ, ഒരു മനുഷ്യൻ കൈ പൊക്കുമ്പോൾ അവർക്ക് അറിയാം അവൻ എന്തായാലും പോകും. അപ്പോൾ നമ്മൾ നിർത്തി കൊടുക്കും. ഏതൊരു വണ്ടിക്കാരനാണെങ്കിലും നിർത്തി കൊടുക്കും കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ അങ്ങനെ ഒന്ന് നോക്കുക. അല്ലാതെ ചുമ്മാതെ അങ്ങ് നടന്നങ്ങ് പോകരുത്. നടന്നു പോകുമ്പോൾ അവർ വണ്ടിക്കാർ വിചാരിക്കും ചിലപ്പോൾ അവർ അവിടെ അങ്ങ് നിൽക്കുമായിരിക്കും, വണ്ടി വരുമ്പോൾ അവിടെ നിൽക്കുമായിരിക്കും അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ നമ്മളതൊന്നും നോക്കാതെ നമ്മൾ സ്പീഡിലങ്ങ് നിർത്താതെ പോകാൻ മാക്സിമം ശ്രമിക്കുക. വണ്ടികൾ നിർത്താതെ പോകാൻ ശ്രമിക്കുക. വണ്ടികൾ അവിടെ സീബ്ര ലൈനിൽ നിർത്തുക. അപ്പോൾ ഈ വണ്ടികളെ ഓവർടേക്ക് ചെയ്യാൻ വേറെ വണ്ടികൾ വരും, ആ വണ്ടികൾ അങ്ങനെ ഓവർടേക്ക് ആയിരിക്കുക. ഇപ്പോൾ ആർക്കും സമയമൊന്നുമില്ലല്ലോ, കേരളത്തിൽ എല്ലാവരും പറക്കുക. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് എല്ലാവരും പറന്നൊക്കെ എല്ലാവർക്കും ഓരോ സ്ഥലത്ത് പോകാനുള്ളവരെ, എല്ലാവർക്കും പല പരിപാടികളെ വീട്ടിൽ പോകാനുള്ളവർ, ആശുപത്രി പോകാനുള്ളവരെ, കമ്പനികളിൽ പോകാനുള്ളവർ, ഏതൊക്കെ സ്ഥലത്തോ എന്തൊക്കെയോ കാര്യങ്ങൾക്ക് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ട് ഓടുന്ന സമയമാണ്. അപ്പോൾ എല്ലാവർക്കും സമയം സാഹചര്യമൊന്നും വലുതായിട്ടൊന്നും ഇല്ലെങ്കിലും മാക്സിമം പതുക്കെയൊക്കെ പോവുക. ഈ സമയമൊന്നും ഇല്ലാതെ പറന്നു പോകുന്ന വണ്ടികൾ ഞാനിവിടുന്ന് എറണാകുളം ഇവിടെ നമ്മുടെ ആലപ്പുഴ കഴിഞ്ഞ് ഒരു സ്ഥലം തുറവൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു വണ്ടി പോകുന്നത് ഞാൻ കണ്ടായിരുന്നു. അവിടെ വന്നെങ്കിൽ മറ്റേ ഈ പാലം ഏതാണ്ട് ഈ മേളിൽ കൂടെയുള്ള പാലം ഉണ്ടല്ലോ, മേൽപ്പാലം പണിഞ്ഞുകൊണ്ടിരിക്കുക. അതിൻ്റെ അടിയിൽ കൂടെ ഒരു വണ്ടി പോയത്, ഒരു കാറ് എന്നെ ഓവർടേക്ക് ചെയ്ത് ഹോണടിച്ച് എല്ലാവരെയും ഓവർടേക്ക് ചെയ്ത് എല്ലാ വണ്ടിയും ഓവർടേക്ക് ചെയ്ത് ഹോണടിച്ച് കയറി അങ്ങ് പോവുക. എന്നുവെച്ചാൽ ഹോണടിച്ച് പോകുകയെന്ന് വെച്ചാൽ അതിനകത്ത് അതിനകത്തൂടെ ബ്ലോക്കായിട്ടാണ് വണ്ടികളെല്ലാം പോകുന്നത്. അപ്പോൾ അവരിങ്ങനെ പോകൊണ്ടില്ല, അവരങ്ങ് ചെന്നു. ഞങ്ങളും പതുക്കെ പറയും ഇങ്ങനെ പോവില്ലേ, ഞാൻ അങ്ങനെ കയറാനൊന്നും നിൽക്കത്തില്ല. നമ്മൾ മാക്സിമം അതിനകത്തൂടെ തന്നെ അങ്ങ് പോകും. അതിനകത്തൂടെ എല്ലാ വണ്ടികളെയും പറയും ഞാനും അങ്ങ് പോകും. എനിക്കറിയാം അവിടെ അപ്പോൾ പണി നടക്കുമോ, അതുകൊണ്ട് നമ്മളത് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. പണി നടക്കുക, അപ്പോൾ നമ്മളും പതുക്കെ തന്നെ പോകുക, അത്രയേ ഉള്ളൂ. പതുക്കെ അവിടെ നിന്ന് ഞാനവിടെ അങ്ങ് ചെന്ന് ടോൾ പിരിവിൻ്റെ അരൂർ പാലം കഴിഞ്ഞിട്ടുള്ള ടോളിൽ ചെന്നപ്പോൾ ടോൾ പിരിവിനകത്ത് ചെന്നപ്പോൾ ആ വണ്ടി അവിടെ കിടക്കുന്നു. ആ വണ്ടി അവിടെ നിന്ന് ഞാൻ അങ്ങോട്ട് ചെല്ലുന്നേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ആ വണ്ടി പോവുകയും ചെയ്യും. വണ്ടി പോയി പിന്നെ ഞാൻ അവിടുന്ന് വിട്ട് നേരെ ഞങ്ങൾ അമൃതയ്ക്ക് പോകും. അമൃത ആശുപത്രി പോയി ഞങ്ങൾ ചെന്നപ്പോൾ ഉണ്ട് അമൃത ആശുപത്രിയിൽ ആ വണ്ടി ഡോറ് തുറന്ന് അവർ ഇറങ്ങുന്നതേ ഉള്ളൂ. ഇറങ്ങിയപ്പോഴേ ഞങ്ങളവിടെ ചെന്നു. എന്താ പറ്റി എന്നാൽ ഞങ്ങളവിടെ ഞാനെന്തരം വിചാരിച്ചെന്താ പറയുക, ഇവനിപ്പോൾ അങ്ങ് പോയി അങ്ങ് ചെന്ന് അവിടുത്തെ കാര്യം സാധിച്ച് തിരിച്ച് കയറാൻ ഡോറ് തുറന്ന് വെച്ചേക്കുമായിരിക്കും. അപ്പോൾ അവിടെ ചെന്നതേ ഉള്ളൂ. അപ്പോഴേ ഞങ്ങളും അവിടെ ചെന്നു. അപ്പോൾ വണ്ടി ഇപ്പോൾ നമ്മൾ ഇതൊക്കെ പോയാലും സ്പീഡിൽ പോകുന്ന ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് കുറേയെല്ലാം നമ്മൾ അവിടെ ചെല്ലും, മനസ്സിലായി. അപ്പോൾ അത്രയൊക്കെ ഒരു ഇതൊക്കെ ഉള്ളൂ ഇതിന്. അപ്പോൾ നമ്മളത് മാക്സിമം നോക്കുക, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ സ്പീഡിലൊന്നും പോകാതിരിക്കുക, എല്ലാ വണ്ടിക്കാരോടും പറയാനുള്ള എനിക്കത് തന്നെ. പിന്നെ സൈക്കിൾ യാത്രക്കാർ കുഴപ്പമൊന്നുമില്ല. നമ്മളവിടെയുള്ള സൈക്കിൾ യാത്ര എന്ന് പറയുമ്പോൾ അവിടെ കുറച്ച് ആൾക്കാരെ സൈക്കിളൊക്കെ ഉപയോഗിക്കുന്നുള്ളൂ.
ആ ഏരിയയിലൊക്കെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ സൈക്കിൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ കുറച്ച് അപ്പച്ചന്മാരൊക്കെ റോഡിൽ കൂടെയൊക്കെ മെയിൻ റോഡിൽ കൂടെയൊക്കെ സൈക്കിൾ കൊണ്ട് വരുന്നത് അവരെ കാണുമ്പോൾ സന്തോഷമേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഈ പ്രായത്തിലും ചവിട്ടിക്കൊണ്ട് നടക്കുന്നല്ലോ എന്നുള്ളൊരു സന്തോഷം, നമുക്കൊന്നും പറ്റാത്തത് കാണുമ്പം ഉള്ളൊരു സന്തോഷം എന്ന് വെച്ചാൽ അവർക്ക് അത്രയ്ക്ക് ആരോഗ്യമുണ്ടല്ലോ എന്നൊരു സന്തോഷം. പക്ഷേ നമുക്കൊന്നും ആരോഗ്യമൊന്നുമില്ല. എന്താ അതൊക്കെ പോട്ടെ, അത് ഇതിൻ്റെ ഭാഗമല്ല. അത് വേറെ എന്തെങ്കിലും ആരോഗ്യ വകുപ്പായിട്ട് എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ ആരെങ്കിലും മിനിസ്റ്ററോ ആരെങ്കിലും വീഡിയോ എല്ലാം ചെയ്യാൻ പറയുകയാണെങ്കിൽ ഞാൻ ആ ഒരു രീതിയിൽ വേണമെങ്കിൽ വീഡിയോ ചെയ്യാൻ നോക്കാം. പക്ഷേ ഇങ്ങനെ ഒരു ഇത് സൈക്കിൾ യാത്രക്കാരെ കൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല, കാൽനട യാത്രക്കാർ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ സൈക്കിൾ യാത്രക്കാരെ കൊണ്ടൊന്നും വലിയ വിഷയമൊന്നുമില്ല. അങ്ങനെ പിന്നെ ഇങ്ങനെയൊക്കെ പോകുന്നു. ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഞാൻ ഇത് കാണുന്നില്ല. എന്താണെന്ന് വെച്ചാൽ നല്ലൊരു ഇതാണ്, ഒരു നല്ലൊരു നാളേക്ക് വേണ്ടി നമുക്കെല്ലാവർക്കും ഒത്തുചേരാം. ഒത്തുപിടിച്ചാൽ മലയും പോരുമെന്നാണെന്നുണ്ട്. അപ്പോൾ ഒത്തുചേർന്ന് എല്ലാവർക്കും പോകാം, അതാണ് നല്ലത് എന്നാണ് എനിക്കും തോന്നുന്നത്. കാറ് എല്ലാ വണ്ടി ഓടിക്കുന്നവരും, കാറല്ല ലോറി, ഹെവി എല്ലാ വണ്ടികളും, ഓപ്പറേറ്റേഴ്സ്, KSRTC, സൈക്കിൾ വരെ ഓടിക്കുന്ന, മോട്ടോർ സൈക്കിൾ, ഓട്ടോറിക്ഷ എല്ലാം ഓടിക്കുന്നവർ എല്ലാവരും ഈ ഒരു തീരുമാനം എടുക്കുക. എല്ലാവരും വിചാരിക്കുക, എല്ലാവരും ഇങ്ങനെ വിചാരിക്കുക. എല്ലാവർക്കും നിയമം ഒരുപോലെയാണ്, നിയമം പാലിച്ചു തന്നെ വണ്ടി ഓടിക്കുക. അപ്പോൾ പകുതി അപകടങ്ങൾ ഒഴിവാക്കും. എന്തിനാ നമ്മളായിട്ട് ഒരു ജീവനെ കളയിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ കാരണം ഒരു ജീവൻ പോകരുത് എന്ന് വേണം നമ്മൾ കരുതാൻ. അങ്ങനെയൊക്കെ ചെയ്ത് നല്ല ചിന്തയോടും ഒക്കെ നിൽക്കുക, അത്രയേ ഉള്ളൂ. എനിക്ക് അത്രയൊക്കെ പറയാനുള്ളൂ, അല്ല വേറെ ഒന്നുമില്ല. ഞാൻ വലിയ ആളൊന്നുമല്ല, വലിയ ഇതൊന്നുമല്ല. അതുകൊണ്ട് എൻ്റെ ഇത് കേൾക്കുന്നവർ മാത്രം കേട്ടാൽ മതി എന്നേ ഞാൻ പറയത്തുള്ളൂ. ഞാൻ വലിയ ആരുമല്ല, ഞാനൊരു ചെറിയ ആളാണ്. ചെറിയെന്ന് വെച്ചാൽ തീരെ ചെറിയ ആളാണ്. കടബാധ്യതയും കടവും എല്ലാം ഉള്ള ഒരു ടീം തന്നെ ഞാൻ എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ രണ്ടൊറ്റയ്ക്ക് കൂട്ടിമുട്ടിക്കാൻ നടക്കുന്ന ടീം തന്നെ ഞാനും. എന്തൊക്കെ ഒരു ദിവസം എന്തൊക്കെ ഓട്ടങ്ങളോ ഇതൊക്കെ ജോലികളൊക്കെ ചെയ്താൽ ഒരു ദിവസം ജീവിച്ചു പോകാൻ പറ്റുന്നത്, അതൊക്കെ ചെയ്ത് തന്നെ ജീവിച്ചു പോകുന്ന ഒരാൾ തന്നെ ഞാൻ. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് ഇതെല്ലാം പറയണമെന്ന് എനിക്കും തോന്നിയായിരുന്നു, അങ്ങനെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ എല്ലാവരും നല്ലതായിട്ട് ജീവിക്കാൻ നോക്കുക. എല്ലാവരും നന്നായി തന്നെ ഇരിക്കട്ടെ. എല്ലാം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, എല്ലാം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇത്രയൊക്കെ തന്നെ ഉള്ളല്ലോ, വേറെ ഒന്നുമില്ല. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ, എനിക്ക് പറയാൻ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഈ ഒരു വകുപ്പായിട്ട് വാഹന വകുപ്പായിട്ട് പറയാൻ ഇത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നും ഇപ്പം എൻ്റെ മനസ്സിൽ തോന്നുന്നില്ല. അതുകൊണ്ട് ഓക്കെ, ഇപ്പം ഞാൻ നിർത്തട്ടെ. പിന്നെ എല്ലാവർക്കും ബൈ. നമുക്ക് ഇനി അടുത്ത ഏതെങ്കിലും ഒരു വീഡിയോ കാണാം. ഓക്കേ.